ഒരു മരണ വീട്ടിലേക്ക് മാലയിട്ട വ്യക്തിക്ക് മരണ വീട്ടിൽ പോകാൻ പാടുണ്ടോ? ആർത്തവമായ സ്ത്രീ വീട്ടിലുണ്ട്, സ്വാമിയുണ്ട്. ആ സ്ത്രീ എന്താണ് ചെയ്യേണ്ടത്? ഒറ്റ മുറിയുള്ള ഒരു വീടാണ്, ആ പെൺകുട്ടിക്ക് വേറെ മാറി താമസിക്കാൻ സ്ഥലമില്ല. എന്ത് ചെയ്യണം? മാലയിട്ട സ്വാമിമാർക്ക് സ്ത്രീകളോട് സംസാരിക്കാൻ പാടുണ്ടോ? അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരാള് അല്ലെങ്കിൽ ആർത്തവമുള്ള ഒരാള് എന്തെങ്കിലും വെച്ച ഭക്ഷണം, പാകം ചെയ്ത ഭക്ഷണം സ്വാമിമാർക്ക് കഴിക്കാൻ പാടുണ്ടോ? ലോകത്ത് തന്നെ മാതൃകയായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ആ ശബരിമലയിലേക്ക് ലക്ഷോപലക്ഷം ജനങ്ങൾ ഒഴുകി വരികയാണ്. പക്ഷേ ആ ഒഴുകി വരുന്ന അവസരത്തിൽ ഇവിടുത്തെ സർക്കാരിന് കിട്ടുന്നത് കോടികളാണ്. കോടികൾ എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ അപ്പുറത്തെ വാക്ക് എനിക്ക് അറിയില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ വാഹനത്തിലൂടെ KSRTCക്ക് പ്രശ്നം പരിഹരിക്കുന്നു. ഭണ്ണാര പൈസയിലൂടെ നിരവധി ഹിന്ദു വിരുദ്ധർക്ക് ശമ്പളം കൊടുക്കുന്നു. ഭണ്ണാര വരവിലൂടെ കിട്ടുന്ന വരവ്, അത് മാത്രല്ല അരവണയും അപ്പത്തിലൂടെയും കിട്ടുന്ന വരവ്. ഇത് കൂടാതെ അവിടത്തേക്ക് പോകുമ്പോൾ എത്ര ട്രാവൽസുകാർക്ക് നികുതി കൊടുത്തുകൊണ്ട് അവിടത്തേക്ക് പോകുന്നു, ആ വരവ്. അവിടെ പാർക്കിങ്ങിന് വേണ്ടി വാങ്ങിക്കുന്ന ചെലവ്. അങ്ങനെ നിരവധി തരത്തിൽ ചുക്കുവെള്ളത്തിന് പോലും, എന്തിന് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് അരവണ ഉണ്ടാക്കിയത്. അതൊന്നും ഇപ്പൊ അവിടെ എടുക്കാറില്ല. അതെല്ലാം അനാചാരമായി എന്നാണ് ഇപ്പൊ പറയുന്നത്. അതെല്ലാം അനാചാരമാണ്. മാളികപ്പുറത്ത് തേങ്ങയിലിട്ടാൻ പാടില്ല, അത് അനാചാരമാണ്. നിങ്ങൾ ഈ ഇരുമുടിക്കെട്ടിൽ നെയ്ത്തേങ്ങക്ക് പകരം പണക്കിഴി കൊണ്ടുവന്നാൽ അത് ആചാരമാണ്. നെയ്ത്തേങ്ങ കൊണ്ടുവന്നില്ലെങ്കിലും വിഷയമില്ല എന്ന തലത്തിലേക്ക് നമ്മുടെ ആ പുണ്യ സങ്കേതത്തെ മാറ്റുകയാണ് ചിലവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബോധവാന്മാരാകണം. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ പുറകിലേക്ക് നിൽക്കാതെ മുന്നിലേക്ക് വരണം. കേൾക്കാൻ വേണ്ടി മാത്രമല്ല, പറയാനും പ്രവർത്തിക്കാനും. ഈ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിക്കും. ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് നമ്മുടെ ആരാധ്യനായിട്ടുള്ള വിശ്വ പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് ചുമതലയിട്ട വിജി തമ്പി സാറ് ഓരോ ദിവസവും ശബരിമലയെ കുറിച്ചും ഹിന്ദുക്കൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചൊക്കെ ഓരോ ദിവസവും ഓരോ പ്രസ്താവനകളായിട്ട് വരുന്നു. അത് അദ്ദേഹം ഒറ്റക്കാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളും ഒറ്റക്കാണ്. നിങ്ങൾ എല്ലാവരും കൂടി ഒറ്റക്കാകുമ്പോൾ വലിയൊരു സംഖ്യയാകും. നമ്മൾ ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്കെതിരെ രംഗത്ത് വരാൻ പറ്റുകയുള്ളൂ, പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. 2 കൊല്ലം മുന്നേ പത്തനംതിട്ട റാന്നിയിൽ ഒരു അയ്യപ്പ മഹാസത്രം നടന്നിനി. ആ സത്രത്തിൽ എന്താണെന്നറിയാം? ഒരു അയ്യപ്പ ഭാഗവതം വായിക്കും, എന്നിട്ട് അതിൻ്റെ അകത്തുള്ള കഥ പറയും. അയ്യപ്പ ഭാഗവതം ഒന്ന് 95-ലും ഒന്ന് 2003-ലുമാണ് ഇറങ്ങിയത്. 2 അയ്യപ്പ ഭാഗവതമുണ്ട് കേരളത്തില്. ഒന്ന് പറവൂരിലുള്ള ഒരാൾ എഴുതിയതാ, ഒന്ന് പത്തനംതിട്ടയിലുള്ള ആൾ എഴുതിയതാ. 2 അയ്യപ്പ ഭാഗവതം, പുരാണ ഗ്രന്ഥമല്ല കേട്ടോ. ഞാൻ അവിടെ കണ്ടത്, ഈ അവസരത്തിൽ പല ആൾക്കാരും വന്ന് പ്രഭാഷണം നടത്തും പോകുമെന്നാണ്. അയ്യപ്പൻ ആരാണ്? മണികണ്ഠൻ ആരാണ്? ശാസ്താവ് ആരാണ്? ആര്യൻ കേരളൻ ആരാണ്? കൃത്യമായി മനസ്സിലാക്കണം. ഇത് 4 കഥാപാത്രങ്ങളാണ്. ശാസ്താവ് വേറെ. ശാസ്താവാണ് ഹരിയും ഹരനും ക്രീഡിച്ചുണ്ടായ പുത്രൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ ശാസ്താവ് വേറെയാണ്. ആരാണ് മണികണ്ഠൻ? എന്തിനായിട്ട് അവതാരമെടുത്തു? എങ്ങനെ വന്നു? എങ്ങനെയാണ് ആ അവതാരം പൂർത്തീകരിച്ചത്? മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അയ്യപ്പനാണ്. അയ്യപ്പൻ ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. ചരിത്ര പുരുഷനാണ്, പുരാണ പുരുഷനല്ല. അയ്യപ്പൻ ഉണ്ടായിട്ട് കേവലം എത്ര വർഷമായി എന്നുള്ളത് രേഖകൾ വെച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. രേഖകൾ വെച്ചിട്ട്, അല്ലാണ്ട് വാമൊഴിയായിട്ട് പറയുന്ന കാര്യമല്ല. കൃത്യമായിട്ട് രേഖകൾ വെച്ചിട്ട് അയ്യപ്പന്റെ കാലഘട്ടം, എത്ര വയസ്സായി, ഇപ്പൊ ഉണ്ടെങ്കിൽ എത്ര വയസ്സായി എന്നവരെ കൃത്യമായി പറയും. ഇത് കൂടാതെയാണ് ആര്യൻ കേരളൻ എന്ന് പറയുന്ന 4ാമത്തെ ഒരു കഥാപാത്രമുണ്ട്. ഇദ്ദേഹം എത്ര കാലമായി? ഈ പറയുന്ന അയ്യപ്പനും അർത്തുങ്കൽ പള്ളിയിലെ വെളുത്തയും തമ്മിൽ ബന്ധമുണ്ടോ? ഈ പറയുന്ന അയ്യപ്പനും അതുപോലെ തന്നെ വാവർ എന്ന് വിളിക്കുന്ന ആളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. മനസ്സിലാക്കേണ്ടത് 4 കാലഘട്ടത്തിലുണ്ടായ 4 കഥാപാത്രങ്ങളാണ്. ഈ 4 കഥാപാത്രങ്ങളെയും ഒന്നായിട്ടാണ് നമ്മളെല്ലാം കരുതിയിട്ടുള്ളത്. അതൊരു കാരണമുണ്ട്. ശാസ്താവ് ഹരിയും ഹരനും ക്രീഡിച്ചു, അതിലുണ്ടായ പുത്രൻ നേരെ വന്ന് മഹിഷിയെ കൊന്നു. ആ പുത്രൻ തന്നെയാണ് അറേബ്യയിൽ വന്ന കടൽ കൊള്ളക്കാരനായ വാവരോട് ഏറ്റുമുട്ടിയത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്.
അയ്യപ്പനാണ് ശീലപ്പഞ്ചിറ കളരിയിലുള്ള പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാകുന്നത്. ആ പെൺകുട്ടിയാണ് മാളികപ്പുറത്തമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. ആ അയ്യപ്പനോടാണ് മാളികപ്പുറത്തമ്മ IW പറഞ്ഞത്. അപ്പൊ IW പറഞ്ഞ സമയത്ത് അയ്യപ്പൻ പറഞ്ഞു നോ നോ ഐ ആം ബ്രഹ്മചാരി എന്ന് പറഞ്ഞു പോലും. അപ്പൊ ഒരു അവസരം തരാൻ കന്നിക്കാരി വന്നിട്ടെങ്കിൽ ഞാൻ നിന്നെ IW ആക്കാതെ വാക്ക് കൊടുത്തു. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് കെട്ടുകഥകൾ നമുക്കിടയിൽ വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ തിരുത്തണം. അത് തിരുത്തണമെങ്കിൽ നാളെ നമ്മൾ വരുമ്പോൾ എന്ത് വന്നോ മനസ്സിൽ ഉള്ള ആ പഴയ ചരിത്രങ്ങളും കയറി താമസിച്ച കാര്യങ്ങളെല്ലാം കൊണ്ട് ഒഴിവാക്കുക. ശൂന്യമായ മനസ്സോടുകൂടി ശരിയായ അയ്യപ്പ ചരിതം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. കൃത്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവുക. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതത്തിന്റെ ഭാഗമാണ്. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം.